എല്ലാവർക്കും ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിക്കറ്റ് ലോകം ഞെട്ടിത്തെറിച്ചുപോയ ഒരു രാത്രി. മുംബൈയുടെ സ്വന്തം വാങ്കഡെ സ്റ്റേഡിയത്തിൽ സിംഹഗർജനവുമായി പഞ്ചാബ് കിങ്സ് എത്തിയപ്പോൾ തകർന്നുപോയത് 5 തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിന്റെ കോട്ടയാണ്. രോഹിത് ശർമ്മയില്ലാത്ത മുംബൈ നിരയിൽ ക്വിന്റൺ ഡീകോക്ക് എന്ന പ്രളയം ആഞ്ഞടിച്ചപ്പോൾ ഗാലറി ഒന്നടങ്കം ആവേശത്തിലായി. വെറും 60 പന്തിൽ 112 റൺസ് സിക്സറുകൾ കൊണ്ട് വാങ്കഡെയുടെ ആകാശം ഡീകോക്ക് കീഴടക്കിയപ്പോൾ നമ്മൾ കരുതി മുംബൈ ഇന്ന് ജയിച്ചു കയറുമെന്ന്. 196 എന്ന വമ്പൻ സ്കോർ പടുത്തുയർത്തിയിട്ടും മുംബൈക്ക് എവിടെയാണ് പിഴച്ചത്? മറുപടി ബാറ്റിംഗിനിറങ്ങിയ പഞ്ചാബ് കിങ്സ് കാണിച്ചു തന്നത് ശരിക്കുമുള്ള ബാറ്റിംഗ് വിരുന്നാണ്. പ്രഭ്സിമ്രൻ സിംഗും ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരും ചേർന്ന് മുംബൈ ബൌളർമാരെ വാങ്കഡെയുടെ 4 പാടും അടിച്ചു പറത്തി. വെറും 16 ഓവറിൽ കളി തീർത്തു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ, എന്ത് പ്രകടനമാണ് പഞ്ചാബ് പുറത്തെടുത്തതെന്ന്. തുടർച്ചയായ 4ാം തോൽവിയോടെ ഹാർദിക് പാണ്ഡ്യയുടെ മുംബൈ ഇന്ത്യൻസ് തകർന്നടിയുമ്പോൾ പോയിന്റ് പട്ടികയിൽ രാജകീയമായി 1ാം സ്ഥാനത്തേക്ക് പഞ്ചാബ് കിങ്സ് കയറിക്കഴിഞ്ഞു. IPL 2026-ലെ 24ാം മത്സരത്തിൽ കണ്ടത് ക്രിക്കറ്റ് ആരാധകർക്ക് മറക്കാനാവാത്ത ഒരു ബാറ്റിംഗ് വിരുന്നായിരുന്നു. ടോസ് നേടിയ പഞ്ചാബ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ബൌളിംഗ് തെരഞ്ഞെടുത്തപ്പോൾ മുംബൈ ക്യാമ്പ് ആവേശത്തോടെയാണ് ബാറ്റിംഗിനിറങ്ങിയത്. പരിക്കേറ്റ രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ ഓപ്പണറായി എത്തിയ ക്വിന്റൺ ഡീകോക്കിന്റെ വിശ്വരൂപമാണ് മൈതാനത്ത് കണ്ടത്. ആകാശം മുട്ടെ ഉയർന്ന സിക്സറുകളും നിലംപറ്റിയുള്ള മനോഹരമായ ഫോറുകളുമായി ഡീകോക്ക് വെറും 60 പന്തിൽ നിന്ന് 112 റൺസ് അടിച്ചുകൂട്ടിയപ്പോൾ വാങ്കഡെ ഗാലറി ആവേശത്തിലായി. മധ്യനിരയിൽ നമാൻദിർ കൂടി 50 റൺസുമായി മിന്നിയതോടെ മുംബൈ സ്കോർ ബോർഡ് കുതിച്ചുയർന്നു. ഒരു ഘട്ടത്തിൽ 230 റൺസിന് മുകളിൽ നേടുമെന്ന് കരുതിയ മുംബൈയെ അവസാന ഓവറുകളിൽ കൃത്യതയാർന്ന ബൌളിംഗിലൂടെ അർഷ്ദീപ് സിംഗ് 196 റൺസിൽ തളച്ചിടുകയായിരുന്നു. അർഷ്ദീപ് വീഴ്ത്തിയ 3 നിർണായക വിക്കറ്റുകളാണ് പഞ്ചാബിനെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. എന്നാൽ 197 റൺസ് എന്ന വലിയ ലക്ഷ്യം പിന്തുടരാനിറങ്ങിയ പഞ്ചാബ് കിങ്സ് കാണികളെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ലക്ഷ്യം എത്ര വലുതായാലും നേരിടാൻ തങ്ങൾ തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുന്ന രീതിയിലായിരുന്നു അവരുടെ ബാറ്റിംഗ്. യുവതാരം പ്രഭ്സിമ്രൻ സിംഗും ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരും ചേർന്ന് മുംബൈ ബൌളർമാരെ തലങ്ങും വിലങ്ങും പ്രഹരിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. വെറും 39 പന്തിൽ 80 റൺസ് നേടിയ പ്രഭ്സിമ്രന്റെ ഓരോ ഷോട്ടും അവിശ്വസനീയമായിരുന്നു. മറുവശത്ത് 35 പന്തിൽ 66 റൺസുമായി ശ്രേയസ് അയ്യർ കൂടി കളം നിറഞ്ഞതോടെ മുംബൈ ബൌളർമാർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയായി. ജസ്പ്രീത് ബുംറയടക്കമുള്ള മുംബൈയുടെ വമ്പൻ ബൌളിംഗ് നിര പ്രഭ്സിമ്രൻ ശ്രേയസ് കൂട്ടുകെട്ടിനു മുന്നിൽ നിഷ്പ്രഭമായി മാറി. ഒടുവിൽ 16.3 ഓവറിൽ തന്നെ പഞ്ചാബ് ലക്ഷ്യം കണ്ടുവെന്ന് പറയുമ്പോൾ അവരുടെ ആധിപത്യം എത്രത്തോളമുണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. ഈ വിജയത്തോടെ പഞ്ചാബ് കിങ്സ് പോയിന്റ് പട്ടികയിൽ രാജകീയമായി 1ാമതെത്തി. എന്നാൽ മുംബൈ ഇന്ത്യൻസിന്റെ അവസ്ഥ ഇപ്പോൾ അതീവ ദയനീയമാണ്. തുടർച്ചയായ 4ാം തോൽവിയോടെ ഹാർദിക് പാണ്ഡ്യയുടെ നേതൃത്വത്തിലുള്ള മുംബൈ ടീം വലിയ വിമർശനങ്ങൾ നേരിടുകയാണ്. പ്രത്യേകിച്ച് ഡീകോക്കിനെ പോലൊരു താരം സെഞ്ചുറി നേടിയിട്ടും ആ ആവേശം നിലനിർത്താൻ ബൌളിംഗ് നിരയ്ക്ക് കഴിയാതെ പോയത് ആരാധകരെയും നിരാശരാക്കിയിട്ടുണ്ട്. സൂര്യകുമാർ യാദവിനും തിലക് വർമ്മയ്ക്കും ഈ മത്സരത്തിൽ തിളങ്ങാൻ കഴിയാഞ്ഞതും മുംബൈക്ക് തിരിച്ചടിയായി. അതേസമയം ആധികാരികമായ ഈ ജയം പഞ്ചാബ് ആരാധകർക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. ഈ സീസണിലെ ഏറ്റവും വലിയ കരുത്തരായി പഞ്ചാബ് മാറിക്കഴിഞ്ഞു എന്നതിന് വാങ്കഡെയിലെ ഈ ആധികാരിക വിജയം ഒരു വലിയ തെളിവാണ്. ഇനി വരാനിരിക്കുന്ന മത്സരങ്ങളിൽ മുംബൈക്ക് ശക്തമായ തിരിച്ചുവരവ് നടത്തണമെങ്കിൽ ബൌളിംഗിലും ബാറ്റിംഗിലും വലിയ അഴിച്ചുപണികൾ തന്നെ വേണ്ടിവരും. അപ്പോൾ ശരിക്കും മുംബൈയുടെ ഈ പതനം നമ്മളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ഡീകോക്കിന്റെ ആ തകർപ്പൻ സെഞ്ചുറി പോലും വെറുതെയായിപ്പോയ ഒരു കാഴ്ചയാണ് വാങ്കഡെയിൽ കണ്ടത്. ഈ തോൽവിയോടെ മുംബൈയുടെ പ്ലേ ഓഫ് സ്വപ്നങ്ങൾക്ക് മുകളിൽ കരിനിഴൽ വീണിരിക്കുകയാണ്. മറുവശത്ത് ശ്രേയസ് അയ്യരും സംഘവും ഈ ഫോം തുടർന്നാൽ ഈ വർഷം കപ്പ് പഞ്ചാബിലേക്ക് പോകുമോ എന്ന് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായത്തിൽ എവിടെയാണ് മുംബൈക്ക് പിഴച്ചത്? ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയിൽ മാറ്റം വേണോ, അതോ ബൌളിംഗ് നിരയെയാണോ പഴിക്കേണ്ടത്? നിങ്ങളുടെ കൃത്യമായ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകളും ഇതുപോലെയുള്ള മാസ് അനാലിസിസുകളും വേഗത്തിൽ അറിയാൻ ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം.